കട്ടിൽമയ്ക്കോ? കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ദിയമോളെ ചെറുപ്പത്തില് ചന്തി തുടക്കാണ് ഈ ടിഷ്യൂ ഉപയോഗിച്ചത്. അപ്പം ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവരും സ്കൂളൊക്കെ ഇപ്പോൾ തുറന്നിട്ടുണ്ട് 2 മാസത്തെ വെക്കേഷന് ശേഷം. അപ്പം എൻ്റെ സ്കൂള് തുറക്കണത് ജൂൺ 11-നാണ് ഗൈസ്. എനിക്ക് കുറച്ച് ഒരാഴ്ചയും കൂടെ ഉണ്ട് ഗൈസ് ലീവ്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ 1-ാം തീയതി തുറന്നിട്ടുണ്ട്, കുറേ പേർക്ക് 3-ാം തീയതി ആ ഒരു ടൈമിലൊക്കെയാണ് തുറക്കണത്. സോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞു ദേവുവിൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യണ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു എൻ്റെ സ്റ്റഡി ടേബിൾ അത്രയും മോശമാണെന്ന്. സോ നമ്മളെന്നാ ആ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ എന്ന് പറയാം. ഭയങ്കര അലങ്കോലായിട്ടാണ് കിടക്കണം. പ്രത്യേകിച്ച് 10-ാം ക്ലാസ് ആയതുകൊണ്ട് ഭയങ്കര അലങ്കോലായിട്ടാണ് കിടക്കണത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതെ, ദിയമോക്ക് അമ്മ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ എഴുതാനോ? അത് എഴുതാൻ വേണ്ടിയിട്ട് മലയാളം ABCD ഒക്കെ എന്തിനാ? സ്കൂള് തുറന്ന് ചെല്ലുമ്പം ഫസ്റ്റത്തെ ബുക്കിൽ, മലയാളം ബുക്കിൽ ഇത് എഴുതിപ്പിക്കുക. കണ്ടോ, എല്ലാരും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒന്ന് എഴുതിക്കേന്ന് പറയും ടീച്ചർമാര്. ദിയമോളെ ബുക്കൊക്കെ പൊതിയാനുണ്ട് കേട്ടോ. ഇനി ഭാഗ്യം എന്നെ എഴുതിപ്പിക്കാത്ത. ദിയമോള് മറന്നിട്ടുണ്ട് ഗൈസ്, എഴുതാൻ പോലും അറിയില്ല. എന്ത് നേരത്തെ ചോദിച്ചു ചായ എഴുതണോന്നോ? ചായ എഴുതണോ? പറയല ലാസ്റ്റല്ലേ ഒരു വേർഡുമില്ല. വെച്ചിട്ട് ഒരു വേർഡും ഇല്ല. അതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞു. ഇപ്പൊ എഴുതാൻ അറിയാത്തതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ലാന്ന് ഇരുത്തി തീർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യാം. ഫസ്റ്റ് ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. പുറത്തുനിന്ന് കാണുമ്പോ തന്നെ അലങ്കോലമാണ് ഗൈസ്. ഇവിടെ 2 ഇതൊക്കെ ട്രാൻസിഷന് വേണ്ടി എടുത്താണ് കേട്ടോ. പിന്നെ കൂളിംഗ് ഗ്ലാസ്, എല്ലാ മരുന്നൊക്കെ ഉണ്ട് ഗൈസ്. അത് ദിയമോളെ സ്റ്റഡി ടേബിൾ ആണ്. എന്താ ടൈ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇട്ട് നാളെ യൂണിഫോം ഇട്ട് പോകാൻ വേണ്ടിയിട്ട് ദിയമോൾ എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിളിന്റെ ഈ ഒരു ഷെൽഫിന്റെ അവസ്ഥ. അപ്പൊ ഇതൊന്നും എനിക്കിനി ആവശ്യമില്ലാത്ത ബുക്കുകളാണ്. ഇതൊക്കെ എടുത്ത് നമ്മളൊരു കവറിലാക്കി വെക്കണം കൈ. ഇനിയിപ്പം 10-ാം ക്ലാസ്സിന് കുട്ടികൾക്ക് ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാം. ഗൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈഡൊക്കെ ഓർക്കെങ്കിലും ആവശ്യപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിക്കുക, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക. ഇവിടെ അടുത്തുള്ളവരൊക്കെ ഗൈഡിന്റെ ആവശ്യം ഉള്ളവർക്കൊക്കെ വന്ന് ചോദിച്ചാൽ മതി, ഞാൻ തരാം ഗൈസ്. കാരണം എൻ്റെ അടുത്ത് കുറെ ഗൈഡ് ഉണ്ട്. അതൊക്കെ എടുക്കണ്ടേ? പുറത്തേക്ക് എടുക്കട്ടെ? കസേരന്ന് വീണ്ട നോക്കിക്കോട്ടോ. കട്ടിൽമയ്ക്കോ? കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ബാഗൊക്കെ സ്റ്റഡി ടേബിൾ വെച്ചേക്ക, എന്താ ചെയ്യാ? ഇത് ലൈബ്രറിയിൽ നിന്ന് എടുത്തതാ ഞാൻ. ഫ്രണ്ട്സ്, +1 ഞാൻ സയൻസിന്റെ സ്ട്രീമാണല്ലോ എടുത്തത്. അതുകൊണ്ട് സയൻസിൻ്റെതൊക്കെ എനിക്ക് ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് സയൻസിന്റെ ഗൈഡാണ്. ഇത് രണ്ടും സയൻസിന്റെ ആണ് ഗൈസ്. സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ ഞാൻ ഇവിടെ തന്നെ ഷെൽഫിൽ തന്നെ വെക്കുകയാണ് ഗൈസ്. ഈ ഷെൽഫത്തെ കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ഈ റോയിലേക്ക് കടക്കുന്നു. കൊറേ ഉണ്ടല്ലേ. വരച്ച ചിത്രം കാണിച്ചു തരാം ഗൈസ്. ഇതുണ്ടല്ലോ, ഇത് ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് തീപ്പെട്ടി, ഞാൻ റീലിൽ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഒരു സംഭവം വരച്ചിട്ട് തീപ്പെട്ടി കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ണിന്റെ അവിടെ മറ്റേ ആ ബ്രൗൺ കളറ് ലൈറ്റ്, തീന്റെ ലൈറ്റ് വരും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം കറക്റ്റാണ് ഗൈസ്. അത് കറക്റ്റാണ്. കൃഷ്ണനെ വരച്ചു, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ താടി ഒന്ന് ചെറുതായിട്ട് ചെരിഞ്ഞു പോയി. ഇത് മാങ്ങേന്റെ അറ്റമാരിണ്ട് അല്ലേ. അടുത്തത് ഇത് മൊത്തം എക്സാം പേപ്പറാണോ? ഇനി കാണിക്കാലോ അല്ലെ. ഇതിന് മാത്രം ബുക്കൊക്കെ എവിടെന്നാ? എന്റെ എക്സാം പേപ്പർ കാണണോ? മോഡൽ എക്സാമിന്റെ ആണ് തോന്നുന്നത്. നവംബർ 17-ന് മാത്സിന്റെ ആണ്. അയ്യോ, 80-ൽ 50. ഇതേതാ? അയ്യോ, ഇത് കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സയൻസ് 80-ൽ 35.5 ആ ടൈമിലുള്ളായിരുന്നു. നവംബർ 24-ന്റെ. ഇത് മറ്റേതാണ്. മലയാളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വരെ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടായിരുന്നു. ഈ ബുക്ക് ഫുള്ള് പഠിക്കണം അവർക്ക്. വായിച്ചിട്ട് അതിലുള്ള ഓരോ കഥാപാത്രത്തിന്റെ പേരൊക്കെ പഠിക്കണം. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ആ ബുക്ക് ഉണ്ടായിരുന്നില്ല. പൊട്ടിക്കാത്തത് ബുക്ക് പൊതിയണത് ഇതുണ്ട്. ഇത് ദിയമോളെ സ്റ്റിക്കറാണ്. പിന്നെ എൻ്റെ ക്ലാസ് ടെസ്റ്റ്
പെൻസിൽ ഉണ്ടാവും. ആ, ഒരു സ്റ്റിക്കറും ഇല്ല. ഇത് എന്റെയാണ്. ആ, അത് എന്റെയാണ്, തൊട്ട് വയ്ക്കരുത്. ആ, പിന്നെ എന്റെ ഇതിപ്പം എന്താ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇവിടെ രണ്ട് സ്ഥലത്തും നമ്മള് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള ബുക്ക് ഇതിക്ക് എടുത്ത് വെക്കണം, ആവശ്യമില്ലാത്തത് കവർക്കും വെക്കണം. അതിനു മുന്നേ അവിടെ വെക്കണം. എന്റെ എക്സാം പേപ്പേഴ്സ് കാണിച്ചു തരാം. ഇതാ മലയാളം. ഇത് ലാസ്റ്റത്തെ മോഡൽ എക്സാമിന്റെ ആണ്. മലയാളത്തിന്റെ മാർക്ക് 80-50. ആ, വീണ്ടും സയൻസ്. ഇത് ഏതോ ഒരു എക്സാമിന്റെ ആണ്, മോഡൽ എക്സാമിന്റെ തന്നെ. 80-32, ജസ്റ്റ് പാസ്സാണ്. ഇംഗ്ലീഷ്, അത് പിന്നെ എനിക്ക് ഒന്നും കൂടെ എക്സൈറ്റഡ് ആയിട്ട് കാണിക്കാൻ. 80-63. ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ബോർഡ് എക്സാമിന്റെ പേപ്പറുകളാണ്. ഇനി നമ്മൾ ഈ ഷെൽഫാണ് ഗൈസ് ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, എന്റെ പെർഫ്യൂമിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. പക്ഷെ ഇതെനിക്ക് കളയാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ഇത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്മെൽ നൊസ്റ്റാൾജിയ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. കഴിഞ്ഞു ഗൈസ്. 16 സ്പ്രേ ബോട്ടിൽസ് ആണ് ഗൈസ് എനിക്കുള്ളത്. കാലി ബോട്ടിൽ അല്ല, ഇതിൽ രണ്ടിലും പിന്നെ ഇതിലും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും ഇല്ല. ആ, കൺഗ്രാറ്റുലേഷൻസ്, യുവർ വണ്ടർലാ ടൂർ റിക്വസ്റ്റ് ഗ്രാൻഡഡ്. ഇത് 9ാം ക്ലാസ്സിൽ നിന്ന് വണ്ടർലയ്ക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ വേണ്ടിയിട്ട് സമ്മതിച്ച പേപ്പറാണ് ഗൈസ്. പിന്നെ ഇതൊക്കെ കളയാനുള്ളതാണ്. ക്ലിപ്പുണ്ട്, ഊട്ടിയിൽ നിന്ന് വാങ്ങിയ കല്ലിന്റെ ഹാൻഡ് മെയ്ഡ് ബ്രേസ്ലെറ്റ് ഉണ്ട്. കഴിഞ്ഞു. ഈ സ്റ്റിക്കി നോട്ട് ഞാൻ തപ്പി നടന്നിരുന്നു ഗൈസ്. ഇത് എന്റെ സ്റ്റഡി ടേബിളിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, എല്ലാം ക്ലീൻഡ് ആണ്. ഇനി ഓരോ സ്പ്രേ ബോട്ടിൽ. പിന്നെ എനിക്ക് 2 വെറ്റ് ടിഷ്യൂ ഉണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് ഈ സ്മെല്ലാണ് ഇഷ്ടം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയമോളെ ചെറുപ്പത്തില് ചന്തി തുടയ്ക്കാൻ ഈ ടിഷ്യൂ ആയിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പൊ ദിയമോളെ എടുക്കുമ്പോഴൊക്കെ ഈ ഒരു ടിഷ്യൂവിന്റെ മണമായിരുന്നു. സോ അതെനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഗൈസ്. എന്റെ മണം തന്നെയാണ്. മൊത്തം വെറ്റ് ടിഷ്യൂ വെക്കാണ്. ഇതൊന്നും പിന്നെ എനിക്ക് ഇപ്പൊ എനിക്ക് എന്നെ കടിച്ചു എന്റെ ചോട്ടിൽ അങ്ങോട്ട് വന്നിട്ട് കടന്നോളും. ഇതാ ബോർഡ് എക്സാമിന് എഴുതിയ പേനയാണ് ഇത്. ദിയമോള് അമ്പലത്തിൽ പോയപ്പോ എനിക്ക് വാങ്ങി തന്നല്ലേ. പിന്നെ എന്റെ കുറച്ച് പോക്കറ്റ് മണീസ്, അത് ഇവിടെ വെക്കാം ഗൈസ്. ഇതെന്റെ ക്ലാസ് ഫോട്ടോ 7, 8, 9. കാണണോ? ഇത് എത്രാം ക്ലാസ്സത്തെ? 9ാം ക്ലാസ്സത്തെ ആണ്. ഇതാണ് ഞാൻ. 10ാം ക്ലാസ്സത്തെ ഫോട്ടോ കിട്ടിയിട്ടില്ല അല്ലേ? 10ാം ക്ലാസ്സത്തെ ഫോട്ടോ ഞാൻ വാങ്ങിയിട്ടില്ല. പക്ഷേ 10ാം ക്ലാസ്സത്തെ ഇത് വേണ്ടിയിരുന്നത്. ഇത് 8ാം ക്ലാസ്സത്തെ. ഇതില് എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ടായിരുന്നു ഗൈസ്, നിഹിമ. ഓളെ ഫോട്ടോ കാണിക്കണത് പറ്റുമെന്ന് അറിയില്ല. ഇത് 7ാം ക്ലാസ്സത്തെ ഫോട്ടോ. 7ാം ക്ലാസ്സിൽ എനിക്ക് കുറച്ച് മുടി ഉണ്ടായിരുന്നു. ആ മുടിയൊക്കെ 9ാം ക്ലാസ് ആയപ്പോ കട്ട് ചെയ്ത് കളഞ്ഞു ഗൈസ്. ക്ലാസ് ഫോട്ടോ മെമ്മറീസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെക്കും. ഇനി എന്താ, കഴിഞ്ഞില്ലേ? അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ കളയാനുള്ളതാണ്. ഇനി ഒന്നും വെക്കാനല്ലോ. ആ, എന്റെ ബുക്ക്. ഈ ബുക്ക്, ഇത് സ്റ്റിക്കർ പൊതിയണത് വേണോ? തല ഇറങ്ങോ. ഇത് മുകളിൽ വെക്കാം അല്ലേ? കടിക്കണമ്മ. സയൻസിന്റെ ഇത് മാത്സിന്റെ ഗൈഡ്. ചിലപ്പോ ആർക്കെങ്കിലും വേണ്ടി വരും. ഇത് മാത്സിന്റെ ഗൈഡാണ്. എന്റെ ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഇനി ഇതൊന്ന് മാറ്റാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം മാറ്റാം. എത്ര ബുക്ക് ഉണ്ട് എന്നൊന്നും അറിയില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, PE 5 എണ്ണം അല്ലേ? 5 ബുക്ക് ആയിരിക്കും. അതിനൊപ്പം നോട്ട് ബുക്കും ഉണ്ടാവും. ഇത്രയും ബുക്ക് വെച്ചില്ലെങ്കിൽ മറ്റേ ബുക്കും വെക്കാൻ സ്ഥലം ഉണ്ടാവും ഗൈസ്. ഫ്രണ്ട്സ്, ഞാൻ എന്റെ കസിൻ ചേച്ചിനെ വിളിച്ച് ചോദിച്ചു അടുത്ത വർഷത്തേക്കിന് എന്താ കെമിസ്ട്രീന്റെ എന്തേലും ബുക്ക് ആവശ്യമുണ്ടോന്ന്. അപ്പം ചേച്ചി പറഞ്ഞു കെമിസ്ട്രീന്റെ നോട്ട് ചിലപ്പോൾ ആവശ്യം വരും. കെമിസ്ട്രീന്റെ ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് 10ാം ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് ബേസ് ഒന്ന് പഠിപ്പിച്ചിരുന്നു. അത് ചിലപ്പോൾ +1 ലാസ്റ്റിക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. സയൻസിന്റെ ടെക്സ്റ്റ് മൊത്തത്തിൽ ഞാൻ എടുത്തു വെച്ചേക്കാണ്, ടെക്സ്റ്റും ഗൈഡും. ഫ്രണ്ട്സ്, എനിക്ക് പൗച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത ടൈമിൽ പൗച്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഞാൻ പൗച്ചും വാങ്ങി.
പിന്നെ അതാ ലെക്ചർ നോട്ട് വാങ്ങി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലെക്ചർ നോട്ട്. എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് മാത്രം പുറത്ത് കാണാനും രസമുണ്ട്, ഉള്ളിൽ കാണാനും രസം. നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ട് അല്ലേ. പിന്നൊരു കാര്യം മറന്നു, നമുക്ക് ഒരു സ്റ്റഡി ടേബിൾ മാത്രമല്ല ഇവിടെ ഒന്നും കൂടെ ഉണ്ട്. ഇതിന്റെ ഉള്ളിലുണ്ട് അലങ്കോലമായി കിടക്കണത്. ഇതെന്റെ ഐപാഡിന്റെ ബോക്സ് ആണ്. ആയിക്കോടാ, ഇതൊക്കെ എന്റെ വേണ്ടാത്ത ഫയലുകളാണ്. ഇത് എത്രാം ക്ലാസ്സത്തെയാ? ഇത് 9ാം ക്ലാസ്സത്തെ കീടാ. അപ്പൊ അത് തന്നെ വെക്കേ. ഇതിപ്പോ എന്തായാലും കഴിഞ്ഞു, ഇതിലുള്ളതൊക്കെ കഴിഞ്ഞു. ഇതെന്താ പിന്നെ അതാ SS-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. SS-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഗൈസ്. എനിക്ക് പ്രാങ്ക് തന്നെ. ലവ് ലെറ്റർ ഗൈസ്. ദിയമോളെ ഇത് എൻ്റെ ഫോട്ടോ. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഫ്രണ്ട്ഷിപ്പ് ചെയിനായിരുന്നു. ഇത് ഇതിന്റെ ബാക്കി ഓളെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോ ഒന്നും വെക്കാനില്ലല്ലോ. ഇതാ കെമിസ്ട്രീന്റെ ഒക്കെ ഗൈഡ് ഉണ്ട് ഇതില്, 10ാം ക്ലാസ്സത്തെ. പിന്നെ എനിക്കൊന്നും കെമിസ്ട്രീന്റെ ഗൈഡ് ഇതൊക്കെ വിട്ടിരുന്നോട്ടെ. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഗൈഡുകൾ ഇവിടെ ഇരിക്കേണ്ടതായി ഞാൻ പറയുന്നു. സോ ദിസ് ഈസ് ഓവർ ഹിയർ. ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. എൻ്റെ ഒരു ഹെയർ ബാൻഡ് ഉണ്ട്, അതിവിടെ വെക്കാം. ബാക്കിയൊന്നും ആവശ്യമില്ലാത്തതാണ് ഗൈസ്. ഇത് മെമ്മറിന് വേണമെങ്കിൽ വെക്കാം. എൻ്റെ ID കാർഡ്, 9ാം ക്ലാസ്സത്തെ ID കാർഡ്. ഈ ബ്രഷ് പെന്നൊന്നും ഞാൻ തൊട്ടിട്ടല്ല. നമുക്ക് ഇതിന്റെ മുകളത്തെ പ്ലാസ്റ്റിക് പോലും കളഞ്ഞിട്ട് വാട്ടർ കളർ ചെയ്യാനുള്ള ബ്രഷ് പെന്നാണ്. ഇതെനിക്ക് പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന ടൈമില് ഒരു ചേട്ടൻ, നമ്പർ കാണിക്കണല്ലോ, ഒരു ചേട്ടന് വരച്ച് തന്നതാണ്. ഇതൊക്കെ എൻ്റെ മാസ്റ്റർ പീസ് പൊട്ടായിരുന്നു അത്. പിന്നെ ഇതാ എഴുതിയിട്ടുണ്ട്, ടു മൈ ഡിയർ ദേവൂസ്, എന്താ ഇപ്പൊ പറയുക, ടിക്ടോക്കിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖമാണ് എൻ്റെ കുഞ്ഞനുജത്തി ദേവുവിൻ്റെ. നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. അന്ന് ടിക്ടോക്കിൽ ദേവുവിൻ്റെ ഫോട്ടോ വരച്ചില്ല, ആ ദേവുവാണ് ഞാനും അറിയാം. ആ ചേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. ഇത് ഞാൻ വരച്ചാണ്. ഫോട്ടോ ആദ്യമായിട്ട് തന്നെ വരച്ചതാ. എക്സ്പ്രഷൻ ഗേൾ ദേവൂസ്. അന്ന് അതായിരുന്നു അല്ലേ ടിക്ടോക്കിൽ എൻ്റെ ID. ഇപ്പൊ എത്ര ഉള്ളൂ ഗൈസ്. ഇത് നമ്മൾ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതൊക്കെ ഇനി ഫൈനലി നമ്മുടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കൽ കഴിഞ്ഞു. ഇതൊരു ടാസ്ക് ആയ പരിപാടിയാണ് ഗൈസ്. എനിക്ക് അയ്യോ അമ്മേ അങ്ങനെ ആയിണ്ട്. ഇനി ഇതെല്ലാം അടുക്കി പെറുക്കി അതേമാതിരി ഒരു ചാക്കിനകത്ത് വെക്കണം. ചാക്കല്ല, ഒരു കവറിനകത്ത് വെക്കണം ഫ്രണ്ട്സ്. ഇത് മൊത്തം ആവശ്യമില്ലാത്തതാണ്. ചീപ്പ് എല്ലാം നമുക്ക് പുറത്ത് കൊണ്ടേക്കണം. ബാക്കിയൊക്കെ കളയട്ടെ. ഏരിയന്റെ കാർഡാണോ? ടൈംസ്. ഫ്രണ്ട്സ്, അപ്പം റൂമൊക്കെ ക്ലീൻ ചെയ്തു. നോക്കൂ, ആര്? അമ്മയാണ് ഗൈസ് ഇത്രയും ക്ലീൻ ചെയ്തത്. മീൻസ് ഇത് ഞാനാണ് ക്ലീൻ ചെയ്തെങ്കിലും ഉണ്ടോ ഇത് ചെയ്യാ. പിന്നെ മാറ്റൊന്നുമില്ല. ദിയമോളെ ഇതാ ഇനി ബുക്ക് പൊതിയാൻ വേണ്ടി സോഫയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ദിയമോളുടെ ബാഗാണ്. ഫ്രണ്ട്സ്, ദേവ് ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 4 മണിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു എൻഗേജ്മെന്റ്. അപ്പം ദേവ് ഇവിടെ കിടന്ന് ഉറങ്ങി. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ പപ്പതാ എഴുതിയോ? പപ്പതാ ബുക്ക് പൊതിഞ്ഞോണ്ടിരിക്കുകയാണ്. നാളെ ദിയമോക്ക് റഫ് ബുക്ക് മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ലഞ്ചും സ്നാക്സും മാത്രം മതി. നാളെ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നുണ്ടാവില്ല. നാളെ ക്ലാസ് ഒക്കെ ഒരു പേപ്പർ അവിടെ ഒട്ടിച്ചിട്ട് നമ്മളുടെ ഓക്കെ. മുകളിലുണ്ട്. ബുക്ക് പൊതിഞ്ഞിട്ട് കുളിക്കാൻ പോകുന്നു. ഫ്രണ്ട്സ്, അപ്പം എൻ്റെ ബുക്ക് പൊതിയാണ് കേട്ടോ ഗൈസ്. വൈറ്റ് നോട്ട്ബുക്കിത്തെ ബ്ലാക്ക് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ ഗൈസ്. ഫ്രണ്ട്സ്, അപ്പം ദിയമോളെ ബുക്ക് ഇതാ ഏകദേശം പൊതിഞ്ഞൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പം പപ്പയാണ് പൊതിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം പപ്പയൊക്കെ പൊതിഞ്ഞത് തോന്നുന്നു, ഐ തിങ്ക് സോ. അപ്പം എല്ലാവർക്കും സ്കൂൾ തുറന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, പാരൻസിനെ പ്രൗഡാക്കുക, പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും വലിയ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം ഗൈസ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.